വീണ്ടും ഹെൽ ഇൻ എ സെൽ മാച്ച് WWE പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാച്ച് ഏത് സ്പെഷ്യലിലാണ് നടക്കാൻ പോകുന്നത്? അതുപോലെ റാൻഡി ഓർട്ടൻ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഗന്ധർ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ബാഷ് ഇൻ ബെർലിൻ പേപ്പർവ്യൂവിൽ വെച്ചത് നല്ല കാര്യമായിട്ടാണോ അതോ മോശമായിട്ടാണോ ഫാൻസ് കാണുന്നത്? അതുപോലെ ഈ മാച്ചിൽ റാൻഡി ഓർട്ടൻ വിൻ ചെയ്ത് 15ാമത്തെ പ്രാവശ്യം WWE ചാമ്പ്യൻ ആകുമോ എന്നും പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം. അതായത് റാൻഡി ജയിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ. അതുപോലെ ഈ റോ എപ്പിസോഡിൽ സെത്ത് റോളൻസിനെ ബ്രോൺസൺ റീഡ് ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സെത്തിന് ഇഞ്ചുറി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, സെത്തിന് ശരിക്കും ഇഞ്ചുറി സംഭവിച്ചോ എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഈ ശനിയാഴ്ച നമ്മൾ ലൈവായി കാണുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസിന്റെ റിട്ടേൺ ഉണ്ട് എന്ന് റോ എപ്പിസോഡിൽ തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തു. അതേപോലെ ചിലപ്പോൾ പോൾ ഹേമനെയും നമ്മൾക്ക് ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും റോമൻ റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു വേറെ ലെവൽ ഐറ്റം നമ്മൾക്ക് ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. ഇനി അതേ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒരു റെസ്ലർ റിട്ടേൺ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. ആ റെസ്ലർ മറ്റാരുമല്ല, നമ്മുടെ ഫെനോമിനൽ വൺ AJ സ്റ്റൈൽസ് ആണ്. AJ സ്റ്റൈൽസ് WWE വിട്ട് മാറി നിന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. ഇതിനിടയ്ക്ക് ജപ്പാനിലൊക്കെ പോയി ഫൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ AJ സ്റ്റൈൽസിന് എന്ത് ടൈപ്പ് പ്ലാനാണ് കിട്ടാൻ പോകുന്നത് എന്നറിയില്ല. പിന്നെ ഇപ്പോഴത്തെ യുണൈറ്റഡ് ചാമ്പ്യൻ LA നൈറ്റിനെതിരെയും AJ സ്റ്റൈൽസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഇവർക്ക് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു സ്റ്റോറി, കാരണം ഇവർക്ക് മുൻപ് നല്ലൊരു സ്റ്റോറി ലൈനൊക്കെ ചെയ്ത് മാച്ച് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പിന് AJ സ്റ്റൈൽസ് വന്നേക്കാം. അപ്പോൾ AJ സ്റ്റൈൽസ് ചാമ്പ്യൻഷിപ്പിനാണ് കൺഫേമായി വരുന്നത് എന്ന് പറയുന്നില്ല. AJ സ്റ്റൈൽസിന്റെ റിട്ടേൺ എന്തായാലും ഉണ്ട്. ചിലപ്പോൾ LA നൈറ്റിന്റെ ഓപ്പോണന്റ് ആയിട്ട് സാന്റോസ് എസ്കോബാറിനെ കൊണ്ടുവന്നേക്കാം. കാരണം ഇവർക്കും ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ LA നൈറ്റിന്റെ ഫസ്റ്റ് ഓപ്പോണന്റ് സാന്റോസ് എസ്കോബാർ ആവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ സാന്റോസ് എസ്കോബാറിന്റെ കൂടെ ടീമെല്ലാം ഉണ്ട്, LA നൈറ്റിന്റെ കൂടെ ആരുമില്ല. അപ്പോൾ LA നൈറ്റ് ഒന്നല്ലെങ്കിൽ പ്രീറ്റി ഡെഡ്ലി ടീമിനെ ഫേസ് ടൈം ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ടീമിന്റെ കൂടെ ആഡ് ആവാനോ ചാൻസ് ഉണ്ട്. അതായത് സാന്റോസ് എസ്കോബാറുമായിട്ട് സ്റ്റോറി പോകുന്നുണ്ടെങ്കിൽ മാത്രം. ഇനി അടുത്ത റോയിൽ നടക്കുന്ന IC ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റി ഒന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം നോക്കാം. അടുത്ത റോയിൽ IC ചാമ്പ്യൻഷിപ്പിന്റെ റീ മാച്ച് ബ്രോൺ ബ്രേക്കറിനോടൊപ്പം സാമി സൈനിന് കിട്ടുന്നുണ്ട്. അതും സാധാരണ മാച്ചല്ല, 2 ഔട്ട് ഓഫ് 3 ഫെയിൽ മാച്ചാണ് സാമി സൈനിന് കിട്ടുന്നത്. അപ്പോൾ ഈ മാച്ചിൽ സാമി സൈൻ വിൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഈ മാച്ചിൽ സാമി സൈൻ വിൻ ചെയ്യും, പക്ഷേ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ മാച്ചിന്റെ ക്ലൈമാക്സിൽ ബ്രോൺ ബ്രേക്കർ തന്നെയായിരിക്കും സ്റ്റിൽ ചാമ്പ്യൻ ആവുക. ഒന്നല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ ഇടപെടൽ ഈ മാച്ചിൽ വരാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ ഒരു പ്ലാൻ ഓൾറെഡി നിൽക്കുന്നുണ്ട്. അഥവാ അവർ വന്നാലും വന്നില്ലെങ്കിലും സാമി സൈൻ ഈ മാച്ചിൽ ചാമ്പ്യൻഷിപ്പ് തിരികെ വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി സെത്ത് റോളൻസിനെ എന്തുകൊണ്ടാണ് ബ്രോൺസൺ റീഡ് 6 സുനാമി ഫിനിഷർ ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവർക്ക് മുൻപ് ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് എലിമിനേഷൻ ചേംബറിലെല്ലാം WWE പ്ലാൻ ചെയ്യാൻ പോയതാണ്. പിന്നെ ആ മാച്ചെല്ലാം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. അതും ഒരു കാരണമാണ് സെത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ സെത്ത് ഇപ്പോൾ CM പങ്ക് മാക്കൻടയർ ഇവരുടെ സ്റ്റോറിയിൽ ആഡായി ഒരു സ്പെഷ്യൽ റെഫറി ആയിട്ടെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോ എപ്പിസോഡിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സെത്ത് CM പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സെത്തിന്റെ ശ്രദ്ധ അതിൽ നിന്നും മാറ്റുന്നത് പോലെ WWE ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അതായത് ബ്രോൺസൺ റീഡിനെ വെച്ച് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യിപ്പിച്ച് സെത്തിന് ഇഞ്ചുറി സംഭവിച്ചതായിട്ട് ഒരു സ്റ്റോറി ലൈൻ ചെയ്തുകൊണ്ട് പിന്നീട് സെത്ത് റിട്ടേൺ ചെയ്ത് അതിന് പ്രതികാരം ചെയ്ത് ഇവർക്കൊരു സിംഗിൾസ് മാച്ച് വെച്ച് ഈ സ്റ്റോറി അവസാനിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ ഇനിയും റെസൽമേനിയ വരണമെങ്കിൽ ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ അതിനേക്കാൾ മുൻപ് CM പങ്ക് മാക്കൻടയർ ഇവരുടെ സ്റ്റോറി ക്ലീൻ ആയിട്ട് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ സെത്തിന്റെ കൂടെ സ്റ്റോറി ചെയ്ത് പോകാൻ പറ്റൂ. അതും തന്നെയല്ല, ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരുമെന്ന് ഒരുപാട് പ്രതീക്ഷയെല്ലാം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും ഇന്നലെ നടന്ന ആ ഒരു സെഗ്മെന്റോട് കൂടി പോയിട്ടുണ്ട്. അതായത് സെത്തിന് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും മാക്കൻടയർ CM പങ്ക് അവരുടെ അടുത്തേക്ക് പോവില്ല, ബ്രോൺസൺ റീഡിനെയാണ് ലക്ഷ്യം വെക്കുക. അപ്പോൾ ഇത് തന്നെയാണ് WWE ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ചൊക്കെ റോയൽ റംബിൾ ടൈമിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് സെത്തിനെ ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. സെത്തിന് ശരിക്കും ഇഞ്ചുറി സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇത് ഇവരുടെ സ്റ്റോറി ലൈൻ മാത്രമാണ്. പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ബ്രോൺസൺ റീഡ് ഇങ്ങനെ 6 സുനാമി ഫിനിഷർ ചെയ്തപ്പോൾ അത് സെത്തിന് നന്നായിട്ട് വേദനിച്ച് കാണും.
അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ചില പരിക്കെല്ലാം പറ്റിയിട്ടുണ്ടാകും. അതല്ലാതെ മെയിനായിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ WWE പറയുന്നത് പോലെ ബ്ലീഡിങ് ഇതൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ മാച്ച് മിക്കതും ബാഷിൻ ബെർലിനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. അതിനേക്കാൾ മുൻപ് സെത്ത് റിട്ടേൺ ചെയ്യുമോ എന്ന്. ഇനി ഹെൽ ഇൻ എ സെൽ മാച്ച് തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാം. നിങ്ങൾക്കറിയാം ഹെൽ ഇൻ എ സെൽ സ്പെഷ്യൽസ് തന്നെ WWE നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. എന്നാൽ ഹെൽ ഇൻ എ സെൽ മാച്ച് വീണ്ടും കൊണ്ടുവരാനായിട്ട് ഇവർക്ക് ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്. ഇതേ പ്ലാൻ മുൻപ് വന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത് ഏകദേശം കൺഫേം ആയിട്ടാണ് പറയുന്നത്. അതായത് ഒക്ടോബർ 5-ാം തീയതി നടക്കാൻ പോകുന്ന സ്പെഷ്യൽസിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽസിൽ മെയിൻ ഇവൻ്റ് ആയിട്ടാണ് ഈ മാച്ച് നടക്കുക. ഈ മാച്ച് ആർക്കാണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ CM Punk വേഴ്സസ് ഡ്രൂ മെക്കൻടയർ ഇവരുടെ അവസാനത്തെ മാച്ച് ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ ഹെൽ ഇൻ എ സെൽ മാച്ച് ആയിട്ടാണ് നടക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി മുൻപും ന്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഏകദേശം കൺഫേം ആയിട്ടാണ്, അല്ലെങ്കിൽ WWEക്ക് ശരിക്കും ഇങ്ങനൊരു പ്ലാൻ ഉള്ളതായിട്ടാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹെൽ ഇൻ എ സെൽ മാച്ച് ഒക്ടോബർ മാസം 5-ാം തീയതി കാണാൻ സാധിക്കും. അപ്പം മിക്കതും ഇവരുടെ മൂന്നാമത്തെ മാച്ച് തന്നെയായിരിക്കും അവിടെ വരിക. കാരണം ബാഷിൻ ബെർലിനിലും ഇവർക്കൊരു മാച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി റാൻഡി ഓർട്ടൻ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനായ ഗന്ധറിനെ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് 15-ാമത്തെ പ്രാവശ്യം വിൻ ചെയ്യുമോ എന്ന് പലരും ചോദിച്ചിരുന്നു ഇന്നലെ റിവ്യൂ ചെയ്തപ്പോൾ. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഫാൻസിന്റെ പ്രതികരണം ഈ മാച്ച് കൺഫേം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളത് പറയാം. അതായത് പകുതി ഭാഗം പേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പകുതി ഭാഗം പേരും ഈ മാച്ച് എതിർക്കുന്നുണ്ട്. അതായത് ഒരു മിക്സഡ് അഭിപ്രായമാണ് ഈ മാച്ചിന് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം ഫാൻസും പ്രതീക്ഷിച്ചത് ഇല്യ ഡ്രാഗനോവ് വേഴ്സസ് ഗന്ധർ ഇവർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്ന് ആ മാച്ച് ഒരു 5 സ്റ്റാർ ലെവലിലേക്ക് പോകും എന്ന ടൈപ്പിലൊക്കെയാണ് ഓഡിയൻസ് മൈൻഡെല്ലാം സെറ്റാക്കി വെച്ചത്. അതുപോലെയാണ് WWE മുൻപ് ചെയ്തത്. അതായത് ബാഷിൻ ബെർലിൻ പേപ്പർ വ്യൂവില് ഗന്ധർ ഇല്യ ഡ്രാഗനോവ് ഇവർക്കാണ് മാച്ച് വരാൻ പോകുന്നത് എന്ന ടൈപ്പിൽ ഒരുപാട് നാൾ മുൻപേ WWE പ്ലാൻ ചെയ്ത് വെച്ചതാണ്. എന്നാൽ ഗന്ധർ ചാമ്പ്യനായതിനു ശേഷം ആ ഒരു പ്ലാൻ അങ്ങനെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ റാൻഡി ഓർട്ടനെ ആ മാച്ചിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിന് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ റാൻഡി ഓർട്ടന് എന്തായാലും റീമാച്ച് കൊടുക്കണം, പക്ഷെ ഇത്ര വേഗം വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ബാഷിൻ ബെർലിനിൽ ഇല്യ ഡ്രാഗനോവിൻ്റെ കൂടെ തന്നെ മാച്ച് വെച്ചാൽ മതിയായിരുന്നു എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാച്ചിൻ്റെ റിസൾട്ടാണ്. അതായത് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടൻ ചാമ്പ്യൻ ആകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് യാതൊരു ചാൻസും കാണുന്നില്ല. ഗന്ധർ സമ്മർ സ്ലാമിലാണ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. ഇനി ബാഷിൻ ബെർലിൻ നടക്കാൻ പോകുന്നത് ജർമ്മനിയിൽ വേറെ ലെവൽ സപ്പോർട്ടുണ്ട് ഗന്ധറിന്. അതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൻ ഈ മാച്ച് ജയിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മാച്ച് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, റാൻഡി ഓർട്ടൻ സർവൈവർ സീരീസിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം ആ ഒരു മാച്ച് മാത്രമാണ് റാൻഡി ഓർട്ടന് കിട്ടിയിട്ടുള്ളത്. പിന്നീട് ത്രിബിൾ ത്രെഡ് മാച്ച് റോയൽ റംബിളിൽ റോമന്റെ കൂടെ തോറ്റു. പിന്നെ റസൽ മേനിയിൽ ലോഗൻ പോളുമായിട്ടുള്ള ത്രിബിൾ ത്രെഡ് മാച്ചിൽ തോറ്റു. അങ്ങനെ നിറയെ തോൽവികളാണ് റാൻഡി ഓർട്ടന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും റാൻഡി ഓർട്ടൻ്റെ തോൽവി കാണാനായിട്ട് എന്തോ ഒരു വിഷമം പോലെ. അതുകൊണ്ട് ഈ മാച്ചിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇവരുടെ സ്റ്റോറി ലൈനും മാച്ചൊക്കെ ചിലപ്പോൾ വേറെ ലെവലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മിറാക്കൾ സംഭവിച്ച് റാൻഡി ഓർട്ടൻ പെട്ടെന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. എന്തായാലും ബാഷിൻ ബെർലിൻ പേപ്പർ വ്യൂ നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് പ്രിഡിക്ഷൻ വീഡിയോ എല്ലാം ചെയ്യുന്ന സമയത്ത് റിസൾട്ടിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോഴത്തെ നിലയിൽ ഗന്ധർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക.